Me, Deepa S. Panikar, here inside my house. Now the time is 9:58. Means 10. Okay, consider it as 10. And the thing is, you all know I am having all the evidence wherever I go. I will be giving evidence actually. And within 7 minutes, yesterday went to Renju Bakery, and within 7 minutes after the bill after I got the bill from Renju Bakery, I just got the next bill from Empire Mall within 7 minutes. From that only we can make out I did not went to any other places. I just directly gone to Empire Mall from Renju Bakery. Okay, and I bought curd and one bottle of eatery, actually nothing else. And yesterday my mother, I got the proof that my mother doesn't like me actually. എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ല എന്ന് പറയുന്നതിന് കുറേ പ്രാവശ്യം പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുണ്ടാകും. ഇവരാണ് കാരണക്കാരി. ഇവരൊറ്റയൊരുത്തിയാണ് ഇവരുടെ ഇളയ മോളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ സ്വത്തും എല്ലാം പിടിച്ചു പറിച്ച് ഇവരുടെ ഇളയ മോക്ക് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവർ ഈ സ്ത്രീ ഇതാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവളുടെ മോൾക്ക്, ഈ എൻ്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീയുടെ ഇളയ മോക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി കാലശേഷം ഒന്നും വെക്കാതെ കൊടുക്കുകയും എൻ്റെ ഈ വീടും ഈ 10 സെൻറ്റ് സ്ഥലവും കാലശേഷം വെച്ച് തരികയും ചെയ്തത് ഈ ഉദ്ദേശത്തോടെയാണ്. മനസ്സിലായി. പക്ഷെ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് എനിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇവർ തന്നെ പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അതൊരു തെളിവാണ്. അവരിത്രയും പറയണമെങ്കിൽ അത് മനസ്സിൽ എന്തുമാത്രം ഉണ്ടായിട്ടാണ് അത് പറയുന്നത് ഓർത്തോണം. അങ്ങനെ ഇവരെല്ലാം ഈ എൻ്റെ അമ്മയെന്ന് പറയുന്ന വ്യക്തിക്ക് ഇവരുമായിട്ടൊക്കെ ഈ സുബ്രഹ്മണ്യൻ പറയുന്നതുണ്ട് എന്തുവാണ്, രാജമ്മയെന്ന് പറയുന്നവളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്, കണക്ഷനാണെന്നൊക്കെ ഉള്ളത്. അപ്പം ഇവരുമായിട്ടൊക്കെ നല്ല കണക്ഷനാണ് ഇവർക്ക്, ഈ എൻ്റെ അമ്മയെന്ന് പറയുന്ന വ്യക്തിക്കും ഈ പ്രീത എസ് പണിക്കറിനും. ഇവരൊക്കെ കൂടെയാണ് നമ്മളെ ഹരാസ് ചെയ്യുന്നത്. ഇവിടെ ഇട്ട് നമ്മളെ ഹരാസ് ചെയ്ത് നമ്മളെ കൊന്ന് എൻ്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണ് ഇവൾമാർ. എൻ്റെ അച്ഛനെ ഈ ജലജ എന്ന് പറയുന്ന ഒരുത്തി അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഹോസ്പിറ്റലിൽ വരുന്നതെല്ലാം. അങ്ങനെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് ജലജ എന്ന് പറയുന്നവൾ. ഇവളുമാർ ഭയങ്കര കള്ളികളാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ പോയി അന്വേഷിക്കുക, ഈ ശാന്തയെന്ന് പറയുന്നവരുടെ സ്വഭാവങ്ങളും എല്ലാം, ഇവരുടെ അനിയത്തി എന്ന് പറയുന്ന ശാന്ത, അവിടെ സ്വഭാവം ഇതുപോലെ തന്നെയായിരുന്നു ഇവളും. ഈ രാജമ്മ എന്ന് പറയുന്നവൾ, പൊടിയൻ എന്ന് പറയുന്ന അങ്ങേർക്ക് ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല ഇവൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാൽ ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെ ഭയങ്കര ശല്യക്കാരിയായിരുന്നു ഈ രാജമ്മ എന്ന് പറയുന്നവളും. ഇതുപോലെ തന്നെയായിരുന്നു ഈ ശാന്ത. അതിൻ്റെ പത്തരമാറ്റായിരുന്നു ഇവൾ, പത്തരമാറ്റായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രീത എസ് പണിക്കർ, മുരളി എന്ന് പറയുന്ന അവന് ഒരു ശകലം സമാധാനം ഇവൾ കൊടുത്തിട്ടില്ല. മുരളിയുടെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് മുരളി പാതിരാത്രിക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ വന്നിട്ട് ഇവളെക്കുറിച്ച് പറയുകയായിരുന്നു. ഇവളെ എന്നിട്ട് വിളിച്ചുകൊണ്ട് വരുന്ന ദിവസം, പ്രഗ്നൻ്റ് ആയിരുന്നു ഇവൾ. എന്നിട്ട് 7ാമത്തെ മാസം വിളിച്ചുകൊണ്ട് വരുന്ന ദിവസം മുരളിയുടെ വീട്ടുകാരും കൂടെ ഇവളെ ഇനി പറയാനൊന്നുമില്ല അതുപോലെയാണ്. എന്നിട്ട് മുരളിയുടെ അപ്പച്ചി ഇതാണോ ലവ് മാരേജ് എന്നും ചോദിച്ചുകൊണ്ട് ഇവളിങ്ങനെ, അവർക്കറിയത്തില്ലല്ലോ ഇവൾ ഹണി ട്രാപ്പ്, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ട്രാപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നടക്കുക കുറേ അവളുമാർ. സത്യം പറഞ്ഞു ഇവളതിന് അങ്ങനത്തെ ഒരുത്തിയാണ്. ഇവളുടെ ഹിസ്റ്ററി നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അതുപോലെ ഇവിടെ ഒരു റീനു എന്ന് പറയുന്ന ഒരു കൊച്ചിന് ഇവിടെ ഉണ്ട്. മോളിയമ്മാമ എന്നാണ് ആ കൊച്ചിൻ്റെ അമ്മയുടെ പേര്. ഞാനവിടെ മാത്സിന് ട്യൂഷൻ പഠിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഒരു കൂടി വന്ന ഒരു 700 മീറ്റർ, 1 കിലോമീറ്റർ ഒന്നുമില്ല, അതിന് താഴെ കാണുള്ളൂ. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഉണ്ട് ഇവിടെ, ഓലകെട്ടിമല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുന്നിടത്താണ് ആ കുട്ടിയുടെ വീട്. അത് മധുരയിൽ നമ്മുടെ BM.Pharm പഠിക്കാനായിട്ട് ആ കൊച്ചവിടെ ചെന്ന്, നമുക്കിതൊന്നും അറിയില്ല. എന്നിട്ട് ഇതെല്ലാം ഈ മുരളിയൊക്കെ മരിച്ചു കഴിഞ്ഞ് എന്നെ ഇവൻ പറഞ്ഞു വിട്ട് ഇവൻ്റെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങി പോന്നു, ഈ ബിജു-പി എന്ന് പറയുന്നവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങി പോന്നു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം നടക്കുന്ന. ഇത് കഴിഞ്ഞിട്ടാണ് ബിജു-പി എന്ന് ഈ മുരളി മരിച്ചു കഴിഞ്ഞേച്ച് ബിജു-പിയാണ് ഇവളെ പോയി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, പാലക്കാട്ട് കൊണ്ടുവിടുന്നു. വലിയ വലിയ ഡ്രാമകളായിരുന്നു. എന്നിട്ട് പറയുകയാണ് ഇവളുടെ മുരളിയുടെ ഒരു പെങ്ങളുടെ ഭർത്താവ് പോകുമ്പം വള വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ പോകുമ്പം പുതിയ സാരി വാങ്ങിച്ചു കൊടുക്കണം. എന്തോ കാര്യത്തിന്? ഇതൊക്കെ അങ്ങനെയാണോ? മരിച്ചു കഴിഞ്ഞ് തിരിച്ചു ആരെങ്കിലും ഇങ്ങനെ തന്നെ എല്ലാവരും മരിച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ് വല്ലതും ഉണ്ടോ? അതെന്തുവാണ്? മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ തന്നെ വിധവയില്ലയോ? അല്ലെങ്കിൽ പിന്നെ വേറെ കല്യാണം കഴിക്കണം. അന്നേരമാണ് പുതിയ വളയും ഞങ്ങളോട് പറയുകയാണ് വളയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന്, വളയും സാരിയൊക്കെ. എന്തോ ഇതിനാണെന്ന് അറിയത്തില്ല. ബിജു-പി കെട്ടിക്കൊണ്ട് വരുന്ന പോലെ ഏതാണ്ട് അങ്ങനത്തെ ഡ്രാമയായിരുന്നു ഇതെല്ലാം.
അപ്പോൾ ഇതൊക്കെയാണ് ഭയങ്കര കള്ളത്തരമാണ്. അപ്പോൾ ഈ കൊച്ചിനെ, ഈ റീനു എന്ന് പറയുന്ന കൊച്ചിനെ ഇവളും ഈ മുരളിയും കൂടെ പോയി കൊച്ചിനെ ഇവിടെ കൊണ്ടുപോവുക, പിന്നെ ഇവരുടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവുക, അങ്ങനെയെല്ലാം കൊണ്ട് നടന്ന് എന്തായാലും ഈ കൊച്ച് മരിച്ച്. ഈ കൊച്ചിന് പാൻക്രിയാസിൽ ഏതാണ്ട് പൂപ്പലെന്നോ ഏതാണ്ടെല്ലാം പറഞ്ഞെന്ന് വെച്ചാൽ ഏതാണ്ടെല്ലാം കലക്കി കൊടുത്ത് ആ കൊച്ചിനെ റെഡിയാക്കി. ഇത് നടന്ന സംഭവമാണ്. ഇത് പോസ്റ്റ്മോർട്ടം, ആ കൊച്ചിൻ്റെ ബോഡി കാണും ഈ നമ്മുടെ വള്ളിക്കകത്ത്. എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ അറിയാം എന്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ. പോസ്റ്റ്മോർട്ടം ഹോസ്പിറ്റലിൽ കിടന്നാണ് മരിച്ചത്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒന്നും നടത്തി കാണത്തില്ല, ഹോസ്പിറ്റലിൽ നിന്നല്ലേ മരിച്ചത്. അപ്പോൾ ഇത് അടുത്ത് അറിയാം അതിൻ്റെ ബോഡിക്കകത്ത് എന്തെല്ലാം കെമിക്കൽസ് ഉണ്ടെന്നൊക്കെ. ഇതുപോലത്തെ സ്ലോ ആക്ടിങ് പോയിസണുമായിട്ട് നടക്കുക ഇവളുമാരിങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ഉടനെ പറയുന്നത് നമ്മൾ കള്ളു കുടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പൊന്നച്ചാ, നമുക്കെന്താ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ദൈവം തന്നതാണ്. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയാനുള്ള ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മളെ പറ്റിയ കഥകളൊന്നും ഉണ്ടാക്കട്ടെ. ആണുങ്ങളൊന്നും വരുന്നില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ എല്ലാം തൂത്ത് കഴിഞ്ഞ് മാനമര്യാദയ്ക്ക് തൂത്ത് വെച്ച് നമ്മളിത് നമ്മൾ പൂട്ടിയിട്ട് നാളെക്കുറിച്ച് എന്ത് കഥയുണ്ടാക്കാനാണ് ഇവളുമാർ? എന്തോ കഥയുണ്ടാക്കാനാ? ഇങ്ങനെ കഥയുണ്ടാക്കുക ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. അപ്പം ഇതുകൊണ്ടാണ്. അപ്പം എൻ്റെ അമ്മയെന്ന് പറയുന്ന വ്യക്തിയാണ്. ബിജു പിയും എൻ്റെ അമ്മയും ഈ പ്രീതായസ് പണിക്കറും എൻ്റെ അമ്മ വീട്ടുകാരും ഇവിടുത്തെ കുറേ ആൾക്കാരുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം എനിക്കെതിരെ ചെയ്യുന്നത്. എനിക്കെതിരെ ചെയ്ത് പൈസ ഉണ്ടാക്കുക, നമ്മളെ ജോലി ഏൽപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെ പല പല വേലകളാണ് ഇവൾമാർക്ക്. ഇങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവരെ കൊണ്ട്. ഭയങ്കര ശല്യമാണ് ഇവൾമാരെ കൊണ്ട്.